إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നും മുസ്ലിങ്ങളെ കൊണ്ടല്ലാതെ മരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള കഠിന പരിശ്രമം, എപ്പോഴുമുള്ള ജാഗ്രത നിരന്തരം വെച്ചു പുലർത്തണമെന്നും ഉണർത്തുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പലരോടും ഇഷ്ടങ്ങളുണ്ടാവും, സ്നേഹമുണ്ടാവും. എന്നാൽ ഒരു മുസ്ലിമിൻ്റെ ഏറ്റവും വലിയ സ്നേഹം, ഇഷ്ടം എന്ന് പറയുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടെയാണ്. അത് കഴിഞ്ഞാൽ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിൻ്റെ, ഇഷ്ടത്തിൻ്റെ, മഹബത്തിൻ്റെ അടയാളങ്ങളും ലക്ഷണങ്ങളും എന്താണ് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബത്ത് എന്ന് പറഞ്ഞാൽ അതെന്താണ്? അത് ദീനാണ്, അത് ഇബാദത്തും ഖുർബത്തുമാണ്. അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കാനുള്ള മഹത്തായ പുണ്യകർമ്മവുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം, മഹബത്ത് അത് യഥാവിധമാകാതെ ഈമാൻ പൂർണ്ണമാകുകയോ ഒരാളുടെയും അഖീദ യഥാവിധമാകുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും വിശ്വാസിയാകുകയില്ല തന്നെ, ഹത്താ അകൂന അഹബ്ബ ഇലൈഹി, ഞാൻ ഏറ്റവും ഇഷ്ടക്കാരനാകുന്നത് വരെ, മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ, ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ, ഞാൻ അയാൾക്ക് ഏറ്റവും വലിയ ഇഷ്ടക്കാരനാകുന്നത് വരെ മാതാപിതാക്കളെക്കാളും അയാളുടെ സന്തതിയേക്കാളും, അതേ മുഴുവൻ ജനങ്ങളെക്കാളും ഞാൻ ഏറ്റവും വലിയ ഇഷ്ടക്കാരൻ അയാൾക്കാകുന്നത് വരെ നിങ്ങളിൽ ആരും വിശ്വാസിയാകുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. സഹോദരന്മാരെ, ഒരിക്കലും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, വല്ലാഹി, അല്ലാഹു തന്നെയാണ് സത്യം, ലഅന്ത യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, നിങ്ങളാണ് അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ ഇല്ലാ നഫ്സി, അങ്ങയാണ് ഞാൻ ഒഴിച്ച് മറ്റൊന്നിനേക്കാൾ എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം. അള്ളാഹുവിന്റെ പ്രവാചകരെ, അള്ളാഹു ആണ്, ഞാൻ ഒഴിച്ച് അങ്ങയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മറ്റെന്തിനേക്കാളും എന്നൊരിക്കൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രതിവചിച്ചത് ഇങ്ങനെയാണ്, വല്ലദീ നഫ്സി ബിയദിഹി ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ നഫ്സിഹി, സ്വന്തത്തേക്കാൾ പ്രിയപ്പെട്ടത് ഞാനാകുന്നത് വരെ നിങ്ങളിൽ ഒരാളും വിശ്വാസിയാകുകയില്ല. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു തിരുത്തി, എന്താണ്? അൽആന വല്ലാഹ് അഹബ്ബു ഇലയ്യ മിൻ നഫ്സി, അല്ലാഹു ആണ് ഇപ്പോൾ താങ്കളെയാണ് എന്നേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത്.
അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ആന യാ ഉമർ, ഇപ്പോഴാണ് നിങ്ങൾ ശരിയായത്, ഇപ്പോഴാണ് ഉമർ, ഇപ്പോഴാണ് യഥാർത്ഥ വിശ്വാസത്തിലേക്ക് താങ്കൾ കടന്നു വന്നത്. സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹബത്തിൽ ജനങ്ങൾ 3 വിഭാഗക്കാരാണ്. ഒരു വിഭാഗം അതിൽ കുറവ് വരുത്തിയവരാണ്, ശുഷ്ക സമീപനം സ്വീകരിക്കുന്നവരാണ്. കിസ്മുജ്ജഫ, വളരെയധികം ശുഷ്കമായ നിലപാട് പുലർത്തുന്നവരാണ്. മറ്റൊന്ന് കിസ്മു ഹൊല എന്ന് പറഞ്ഞാൽ തീവ്രമായ മഹബത്തിൽ അതിരിവിട്ട ആൾക്കാർ. മൂന്നാമത്തത് മഹബത്തിന്റെ വിഷയത്തിൽ മധ്യമ നിലപാടുകാരും മിതത്വ സമീപനത്തിന്റെ വക്താക്കളുമാണ്. അവരാണ് യഥാർത്ഥത്തിൽ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ എന്ന് പറയുന്നത്. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പ്രവാചകനും ദാസനുമാണ്. ഉപകാരങ്ങളും ഉപദ്രവങ്ങളും ഉറപ്പപ്പെടുത്തിയിട്ടില്ലാത്ത, അദൃശ്യങ്ങൾ അറിയാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതാണ് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദയും ആദർശവും എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹബത്ത് അത് ദീനായി, ഖുർബത്തായി, ഇബാദത്തായി, ഈമാനായി, ത്വാഅത്തായി പരിചയപ്പെടുത്തുകയും പഠിപ്പിക്കുകയും അറിയിക്കുകയും ചെയ്യുന്നതോടുകൂടെ അഹ്ലുസ് സുന്ന പ്രസ്തുത മഹബത്തിനെ പ്രയോഗവൽക്കരിക്കുകയും അതിൻ്റെ അലാമാത്തുകളും അമാറാത്തുകളും അതിൻ്റെ ലക്ഷണങ്ങളും അടയാളങ്ങളും അത് ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും ചെയ്യുന്നവരാണ്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹബത്ത് എന്ന് പറയുന്നത് എല്ലാ സ്തുത്യർഹമായ എന്തൊക്കെ മഹബത്തുകളുണ്ടോ അതിൻ്റെയൊക്കെയും സമ്മേളനമാണ്. ഓരോരുത്തർക്കും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ എന്താണ്, അത് വാജിബാണ്. അത് നമ്മളിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അർഹമായിട്ടുള്ളതാണ്, അർഹതപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്നേഹിക്കുന്ന മാർഗേണ സ്വന്തത്തെ സമർപ്പിക്കാൻ പോലും അവർ തയ്യാറായത്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമെ കാണുവാനും സഹവസിക്കുവാനും ഇടപഴകുവാനും സാധിച്ച സഹാബികൾ അവർ സ്വന്തത്തെ സമർപ്പിക്കുവാൻ വേണ്ടി പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹബത്തിന്റെ അടിസ്ഥാനത്തിൽ തുനിഞ്ഞിറങ്ങിയുണ്ടായി എന്നുള്ളതാണ്. ഇപ്പൊ നമുക്കറിയാം, ഉഹദ് യുദ്ധത്തിൽ അബൂ തൽഹ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്താ പറഞ്ഞതെന്ന് അറിയാമോ? ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ്, നിർഭയനായി നിൽക്കുവാൻ വേണ്ടിയിട്ടാണ്, നിശ്ചയദാർഢ്യത്തോടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഒപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ വരുന്ന ചാട്ടുളി പ്രയോഗങ്ങൾ ഉണ്ടാവാം, അമ്പുകൾ ഉണ്ടാവാം, കുന്തമേറുകൾ ഉണ്ടാവാം. അതിന്റെ വിഷയത്തിൽ എന്താ അവരുടെ നിലപാട്? നഹ്രി ദൂന നഹ്രിക്, നിങ്ങളുടെ നെഞ്ചിന് നേരെയാണ് അമ്പു വരുന്നതെങ്കിൽ അത് തടുക്കാൻ എന്റെ നെഞ്ചുണ്ട്. നിങ്ങൾക്ക് നേരെയാണ് വെട്ടുകൾ വരുന്നുണ്ടെങ്കിൽ അത് തടുക്കാൻ നമ്മളുണ്ട്, നമ്മുടെ കഴുത്തുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ശരീരത്തെ സമർപ്പിക്കുകയാണ്. ഇത് അബൂ തൽഹയുടെ മാത്രം ചരിത്രമല്ല. സഅദ് ബിനു റബീഇന്റെയും അനസ് ബിനു നളറിന്റെയും അബൂബക്കറിന്റെയും ഉമറിന്റെയും ഉമ്മ അമ്മാറുടെയൊക്കെയും ഉഹദിലെ ചരിത്രം ഇതാണ്. സഹോദരന്മാരെ, ഉഹദ് യുദ്ധ ചരിത്രം നമുക്കറിയാം. പിതൃവ്യനും മുലകുടി ബന്ധമുള്ള സഹോദരനുമായ ഹംസത്ത് ബിനു അബ്ദുൽ മുത്തലിബ് അടക്കം നിരവധി സഹാബികൾ അവിടെ വെച്ചിട്ട് ഷഹീദായിട്ടുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിന് ഏറ്റ മുറിവ് അഗാധമായിരുന്നു. പക്ഷെ കോരിത്തെരിപ്പിക്കുന്ന ഒരു രംഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒട്ടാൻ വളരെയധികം സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടായിരുന്നു. അതെന്തായിരുന്നു? ഇപ്പൊ വീട്ടിലേക്ക് മടങ്ങുമ്പോഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളും യുദ്ധരംഗത്ത് നിന്ന് മടങ്ങുമ്പോഴി ബനൂ ദിനാർ ഗോത്രക്കാരിയ ഒരു സ്ത്രീയെ കാണുകയാണ് ഇടയായി. അവരുടെ പിതാവും ഭർത്താവും സഹോദരനും യുദ്ധത്തിൽ ഷഹീദായിരുന്നു. മുസ്ലിങ്ങൾ തിരിച്ചു വരുന്നത് കണ്ടപ്പോൾ, ഇന്നുള്ള സംവിധാനങ്ങളൊന്നുമില്ല, മൊബൈൽ ഫോൺ മറ്റു ടെക്നോളജികളൊന്നുമില്ല. അവരുടെ ഭർത്താവ് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, പിതാവ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, സഹോദരൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ആകാംക്ഷയാണ് യുദ്ധത്തിന്റെ അവസ്ഥ എന്താണ്. അപ്പൊ അവ ആരാഞ്ഞു എന്താണ് സംഭവിച്ചത്. അപ്പൊ അവർക്ക് കിട്ടിയ മറുപടി ഭർത്താവും പിതാവും സഹോദരനും രക്തസാക്ഷികളായ വിവരമായിരുന്നു. ഉടനടി അവർ ചോദിക്കുന്നത് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു ചെയ്യുന്നു? അപ്പോൾ ആ സഹാബികൾ മറുപടി നൽകി, അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു, ഭവതി ആഗ്രഹിക്കുന്ന പോലെ തന്നെ. അപ്പൊ ആ മഹദി പിന്നീട് അന്വേഷിക്കുന്നത് എവിടെയാണ് തിരുമേനി, തിരുമേനി എവിടെയാണ്, ഞാനൊന്ന് കാണട്ടെ എന്നാണ് സ്ത്രീ ആവശ്യപ്പെടുകയാണ്. അപ്പൊ ആ സ്ത്രീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തെത്തി. അവർ പറയുകയാണ്, അങ്ങ് രക്ഷപ്പെട്ടാൽ മറ്റു നഷ്ടങ്ങളൊന്നും എനിക്ക് സാരമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലിയ പ്രയാസത്തിലാണ് അവിടുന്ന് മടങ്ങി വരുന്നത്. അപ്പോഴാണ് ഒരു സഹാബി വനിത, അവളുടെ പിതാവ് കൊല്ലപ്പെട്ടിട്ടുണ്ട്, ഭർത്താവ് കൊല്ലപ്പെട്ടിട്ടുണ്ട്, സഹോദരൻ കൊല്ലപ്പെട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് നോക്കി പറയാണ്, അങ്ങ് രക്ഷപ്പെട്ടാൽ മറ്റു നഷ്ടങ്ങളൊന്നും എനിക്ക് സാരമില്ല.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹൃദയം തുടിച്ചു. തനിക്ക് താങ്ങും തണലുമാക്കേണ്ട ഭർത്താവും പിതാവും സഹോദരനും ഒറ്റയടിക്ക് നഷ്ടപ്പെട്ടു കൂടി. അത് സാരമാക്കാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ലതും പറ്റിയോ എന്നാണ് ആ മഹദി ചോദിക്കുന്നത്. സാന്ത്വനത്തിന് ഇതിലേറെ എന്താണ് വേണ്ടത്? സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മദീനയ്ക്ക് ഹിജ്റക്ക് പരിപാടി ഇട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവനോടെ വിടുകയില്ലെന്ന വാശിയിൽ വീടിന് ചുറ്റും കാവൽ നിൽക്കുന്ന ഖുറൈശികളുടെ ശ്രദ്ധയെ പിടിച്ചു നിർത്തുവാനും തിരുമേനി അകത്തുണ്ടെന്ന ധാരണ സൃഷ്ടിക്കുവാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശയ്യയിൽ കിടന്ന് ആ ഭാഗം സമർത്ഥമായി കൈകാര്യം ചെയ്താരാണ്? അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. കാലത്ത് തങ്ങൾ വഞ്ചിതരാണെന്ന് അവർക്ക് അറിയുമ്പോൾ മുഹമ്മദ് ഇവിടുന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് അവർ മനസ്സിലാക്കുമ്പോൾ തങ്ങൾ എളുപ്പരായതിലുള്ള പകയുമൊക്കെ അലി റളിയല്ലാഹു അൻഹുവിനോടായിരിക്കും തീർക്കുക എന്ന് അലിയിന് വ്യക്തമായിട്ട് അറിയാം. എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിടന്ന ശയ്യയിൽ അതേ പുതപ്പിനുള്ളിൽ കിടക്കാൻ ധൈര്യം കാണിച്ചു. കൊല്ലപ്പെട്ടേക്കാം, അതിനെ വകവെക്കാതെ എന്നുള്ള വളരെ കൃത്യമായ ധൈര്യം അലി റളിയല്ലാഹു അൻഹു പ്രകടിപ്പിച്ചു. എന്താണ് ഇത് പറയുന്നത്? പ്രവാചക സ്നേഹം മൂത്ത മഹത്തുക്കളുടെ നമ്മുടെ മുൻഗാമികൾ പ്രവാചക സ്നേഹത്തിന്റെ പേരിൽ കാഴ്ചവെച്ചതും മാതൃകയാക്കിയതും ഇതൊക്കെയാണ് സഹോദരന്മാരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം കൊണ്ടാണ് ആ ജീവിതം പഠിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പഠിക്കുന്ന മാർഗേണ എല്ലാം ത്യജിക്കേണ്ടി വന്നാൽ ത്യജിച്ചുകൊണ്ട്, സഹിക്കേണ്ടി വന്നാൽ സഹിച്ചുകൊണ്ട്, ക്ഷമിക്കേണ്ടി വന്നാൽ ക്ഷമിച്ചുകൊണ്ട് ജീവിതം സമർപ്പിക്കുക. ഇതാണ് പ്രവാചക സ്നേഹത്തിന്റെ അടിസ്ഥാനം എന്ന് പറയേണ്ടത്. നമ്മൾക്കറിയാം, തുബ്രാനിയുടെ അൽ മുഅ്ജമുൽ ഔസത്തിൽ ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ് സഹീഹ് എന്ന് വിശേഷിപ്പിച്ച ഹദീസിൽ കാണാൻ വേണ്ടി സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിയായിരുന്ന സൗബാൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഇന്നക ലഅഹബ്ബ ഇലയ്യ മിൻ നഫ്സി, എന്നേക്കാൾ ഞാൻ താങ്കളെയാണ് ഇഷ്ടപ്പെടുന്നത്. വ ഇന്നക ലഅഹബ്ബ ഇലയ്യ മിൻ അഹ്ലി, എന്റെ കുടുംബത്തേക്കാൾ താങ്കൾക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ആളാണ്. വഹബ്ബ ഇലയ്യ മിൻ വലദി, എന്റെ കുട്ടിയേക്കാൾ താങ്കളെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. വ ഇന്നി ലാ അകൂനു ഫിൽ ബൈതി, ഞാൻ താങ്കളിൽ നിന്ന് മാറി എന്റെ വീട്ടിലേക്ക് പോയാൽ അവിടെ ഇരിക്കുമ്പോൾ ഫദ്കുറുക ഫമാ അസ്ബിറു ഹത്താ ആതിക ഫഅൻദുർ ഇലൈക, താങ്കളിലേക്ക് തിരിച്ചു വരാതെ എനിക്കൊരു സ്വസ്ഥതയും കിട്ടുന്നില്ല. ആരാണ് പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലയാണ്, അടിമയാണ്. ഞാൻ താങ്കളിൽ നിന്ന് മാറി എന്റെ വീട്ടിലേക്ക് പോയാൽ താങ്കളിലേക്ക് തിരിച്ചു വരാതെ, താങ്കളെ കാണാതെ വീട്ടിൽ എനിക്കൊരു സ്വസ്ഥതയും കിട്ടുന്നില്ല. ഞാൻ ഓർത്തുപോയി എന്റെയും താങ്കളുടെയും മരണം. ഹറബ്തു, ഞാൻ മനസ്സിലാക്കി. അന്നക ഇദാ ദഖൽതൽ ജന്നത റുഫിയത മഅൻ നബിയിന വ ഇന്നി ഇദാ ദഖൽതുൽ ജന്നത ഖശീതു അല്ലാ റാക. അതെ, ഞാനും താങ്കളും മരണപ്പെട്ടു പോയ നാളെ സ്വർഗത്തിൽ താങ്കൾ നബിമാരുടെ കൂടെ ഉന്നതസ്ഥാനീയായ അവസ്ഥയിലായിരിക്കും. താങ്കൾ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ പ്രവാചകന്മാരുടെ കൂടെ ഉന്നതങ്ങളിൽ ഉയർത്തപ്പെടും. ഞാനാകട്ടെ സ്വർഗത്തിൽ പ്രവേശിക്കുകയാണെങ്കിൽ തന്നെ ഏതെങ്കിലും ഒരു അവസ്ഥയിലായിരിക്കും. അപ്പൊ അവിടുന്ന് താങ്കളെ കണ്ടുമുട്ടാൻ എനിക്ക് സാധിക്കുകയില്ലയോ എന്ന ആകാംക്ഷ ഞാൻ വെച്ചു പുലർത്തുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്താണ് അതിന് പോംപടി എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മിണ്ടിയില്ല. ഈ സംസാരം കേട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി. ഏതാണ്? വമൻ യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യിന വസ്ദിഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസന ഉലൈക റഫീക. വമൻ യുതിഇല്ലാഹ വറസൂൽ, ആരാണ് അല്ലാഹുവിനെ പ്രവാചകൻ അനുസരിക്കുന്നത്? ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹ്, അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചവരുടെ കൂടെയാണ്. അലൈഹിം മിനൻ നബിയ്യിന വസ്ദിഖീന വശുഹദാഇ വസ്സാലിഹീൻ. ആരാണ് കൂട്ടർ? പ്രവാചകന്മാരാണ്, സിദ്ദീഖീങ്ങളാണ്, ശുഹദാക്കളാണ്, സാലിഹീങ്ങളാണ്. വഹസന ഉലൈക റഫീക, അവർ എത്ര നല്ല കൂട്ടുകാരാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാർ, ഈ ആയത്ത് അള്ളാഹുവെയും അവന്റെ പ്രവാചകനെയും അനുസരിക്കുക എന്നുള്ള സൂചനയാണ്. മഹബത്തിന്റെ ഏറ്റവും വലിയ നിദാനമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സഹോദരന്മാരെ, ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സഹീഹിൽ അനസ് റളിയല്ലാഹു അൻഹു നിന്ന് വന്നൊരു ഹദീസ് ഉണ്ട്. ഒരാൾ വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, മത്താ സാ, എപ്പോഴാണ് ഖിയാമത്ത് നാൾ എന്നുള്ളത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിക്കുകയാണ്, വമാ അഅദത ലഹ, ഖിയാമത്ത് നാളിന് വേണ്ടി താങ്കൾ എന്താണ് ഒരുക്കിയിട്ടുള്ളത്?
അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഞാൻ എൻ്റെ അടുത്ത് ഒരുപാട് നിസ്കാരങ്ങളില്ല, ഒരുപാട് സുന്നത്ത് നിസ്കാരങ്ങളൊന്നും ഞാൻ നിസ്കരിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഒരുപാട് നോമ്പുകളൊന്നും എൻ്റെ അടുത്തില്ല, ഒരുപാട് ദാനധർമ്മങ്ങളൊന്നും എൻ്റെ അടുത്തില്ല. അതെ, ഞാൻ അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ത മഅമൻ അഹ്ബബ്ത, താങ്കൾ ഇഷ്ടപ്പെടുന്നവരുടെ കൂടെ തന്നെയാണ്. ഇമാം അഹ്മദിന്റെ റിവായത്തിൽ കാണാം, ആ മനുഷ്യൻ ചോദിച്ചു, അന്ത്യനാളിന് വേണ്ടി താങ്കൾ എന്ത് ചെയ്തു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു, ലാ ഷൈ, ഞാൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഇല്ല അന്നി അഹിബ്ബുല്ലാഹ വ റസൂലഹു, അതെ, ഞാൻ അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും ഇഷ്ടപ്പെടുന്നു എന്നല്ലാതെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ത മഅമൻ അഹ്ബബ്ത, താങ്കൾ ഇഷ്ടപ്പെടുന്നവരുടെ കൂടെ തന്നെയാണ് എന്നുള്ളതാണ്. സഹോദരന്മാരെ, ഒരാൾ മഹബത്ത് വെച്ചവരോടൊപ്പം ആയിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു കാര്യമുണ്ട്. ഫഅന ഉഹിബ്ബു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അബൂബക്കർ വ ഉമർ വഅർജു അൻ അകൂന മഅഹും ബിഹുബ്ബി ഇയാഹും, ഞാൻ പ്രവാചകനെയും അബൂബക്കറിനെയും ഉമറിനെയും ഇഷ്ടപ്പെടുന്നു. അവരുടെ കൂടെ അവരുടെ സ്നേഹത്താൽ ഞാൻ അവരോടൊപ്പം ആകുവാൻ ആഗ്രഹിക്കുന്നു. അവരുടെ അമൽ, അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ സൽപ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തിട്ടില്ലെങ്കിലും എൻ്റെ അവരോടുള്ള ഇഷ്ടത്താൽ ഞാൻ അവരോട് കൂടെ ആകാൻ ആഗ്രഹിക്കുന്നു എന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാൻ വേണ്ടി സാധിക്കും. എന്ന് വെച്ചാൽ സഹോദരന്മാരെ, മഹബത്ത് കേവലം ഉപരി വിപ്ലവമായ വർത്തമാനമല്ല. അത് ഏതെങ്കിലും തരത്തിൽ മുഷ്ടി ചുരുട്ടി ഇംഗ്ലാബ് വിളിക്കാനുള്ളതല്ല, മുദ്രാവാക്യ വചനമല്ല. മഹബത്ത് മഹനീയമായ കുറെ ചര്യകളും തേട്ടങ്ങളും കർമ്മങ്ങളും എന്താണെന്ന് ന്യായമായും ചരിത്രത്തിൽ നിന്ന് നാം ഊതി പഠിക്കേണ്ട സംഗതികളാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, റബീയത്ത് ബിൻ കഅബിൽ അസ്ലമി, അദ്ദേഹം ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്. എന്താ ചോദിക്കുന്നത് അറിയാമോ? സ്വർഗത്തിൽ താങ്കളുടെ സാമീപ്യമാണ് ഞാൻ ചോദിക്കുന്നത് എന്നാണ്. സഹാബി ചോദിച്ചു, സ്വർഗത്തിൽ താങ്കളുടെ സാമീപ്യം എനിക്ക് വേണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅഇനി അലാ നഫ്സിക ബികസറത്തി സുജൂദ്, സുജൂദ് വർദ്ധിപ്പിച്ച്, കർമ്മങ്ങൾ വർദ്ധിപ്പിച്ച് എന്നെ താങ്കൾ സഹായിക്കണം. സ്വർഗത്തിൽ താങ്കളുടെ സാമീപ്യം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചു വന്നല്ല, മറിച്ച് കർമ്മങ്ങൾ വർദ്ധിപ്പിച്ച്, സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ച്, സുജൂദുകൾ വർദ്ധിപ്പിച്ച് താങ്കൾ എന്നെ സഹായിക്കണമെന്നാണ്. അതായത് ദീൻ പ്രയോഗവൽക്കരിക്കണം, ദീൻ പഠിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിക്കണം, തിരുചര്യകൾ പഠിക്കണം, എന്നിട്ട് പ്രാവർത്തികമാക്കണം. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം വസ്തുനിഷ്ഠവും യഥാർത്ഥവും അതിന്റെ ന്യായവും തെളിവും ജീവിതത്തിൽ കാണിച്ചുകൊണ്ട് നാം നിരത്തണം എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലം, അതുകൊണ്ട് തന്നെ ആ സ്നേഹം സഹാബികൾ വളരെ കൃത്യമായി പ്രകടിപ്പിച്ചു. നിസാരമായ വിഷയങ്ങളിൽ നിന്ന് നമുക്ക് തോന്നാൻ പറ്റുന്ന വിഷയങ്ങളിൽ പോലും അവർ കാർക്കശ്യം കാണിച്ചു. എത്രമാത്രം ഉദാഹരണങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിന് മുമ്പ് ഉസാമത്ത് ബിൻ സെയ്ദിന്റെ നേതൃത്വത്തിലുള്ള 700 അംഗ സൈന്യത്തെ ഷാമിലേക്ക് നിയോഗിച്ചിരുന്നു. ആ സൈന്യം മദീനയിൽ നിന്ന് വിട്ടുപോയിട്ടില്ല. ഹഷ്ബ് എന്ന് പറയുന്ന മദീനയുടെ പ്രാന്തപ്രദേശങ്ങളിൽ തന്നെ ഇരിക്കുമ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത്. അവർക്ക് ഈ വാർത്ത അറിഞ്ഞു. ഉസാമത്ത് ബിൻ സെയ്ദിനുമായി 700 അംഗ സംഘത്തിനും ആ വാർത്ത അറിഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഹഷ്ബിൽ തമ്പടിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായി ചുമതലയേറ്റു. ഇസ്ലാമിക വൃത്തത്തിൽ പല പ്രശ്നങ്ങളുണ്ടായി. പലരും കള്ളപ്രവാചകത്വം ബാധിച്ചു, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ വേണ്ടി വെമ്പൽ കാണിച്ചു. അതുപോലെ തന്നെ ഇസ്ലാമിന്റെ ശത്രുക്കളായി കഴിഞ്ഞുകൂടുന്ന യഹൂദന്മാരും ക്രൈസ്തവരും അവരുടെ തനി സ്വഭാവം പ്രകടമാക്കാൻ വേണ്ടി തുടങ്ങി. മുനാഫിക്കുകൾ എല്ലാ അർത്ഥത്തിലും അവരുടെ എല്ലാ രൂപത്തിലുള്ള സ്വഭാവങ്ങൾ പ്രകടമാക്കാൻ വേണ്ടി തുടങ്ങി. അപ്പൊ സഹാബികള് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടുത്ത് വന്നിട്ട് പറഞ്ഞു, എല്ലാ ഉസാമനെ ഇപ്പോൾ അയക്കണം, അവർ യുവാക്കളടങ്ങുന്ന ഒരു സൈന്യമല്ലേ, 700 അംഗമുള്ള ഒരു സൈന്യമാണല്ലോ, അവരെങ്ങാനും ഇവിടെ നിന്ന് പോയാൽ ഇങ്ങനെയുള്ള ഫിത്നയുടെ കാലഘട്ടത്തിൽ അവരെ ഇവിടുന്ന് അയക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പ്രതികരണം എന്ന് പറയുന്നത്, ലസ്തു താരികൻ ഷൈഅൻ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅലമു ബിഹി ഇല്ലാ അലിംതു ബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ഏതൊരു ചെറിയ പ്രവൃത്തിയും ഞാൻ ഒഴിവാക്കുകയില്ല,
ഞാനത് പ്രവർത്തിക്കുക തന്നെ ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ല കൽപ്പനയും ഞാൻ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഞാൻ മാർഗഭ്രംശത്തിൽ അകപ്പെടുമെന്ന് ഞാൻ ഭയക്കുകയാണ് എന്നാണ്. എന്താണ് ഇവിടെ വിഷയം സഹോദരന്മാരെ? ഉസാമയെ അയക്കണ്ട എന്ന് സഹാബിൽ പറഞ്ഞില്ല, ഇപ്പോൾ അയക്കണ്ട എന്ന് മാത്രമാണ് അവർ ഉദ്ദേശിച്ചത്. കാരണം അത്രമാത്രം പ്രശ്നങ്ങൾക്ക് നടുവിലായിരുന്നു. എന്നിട്ടും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നിലപാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ഏറ്റവും നിസാരമായ പ്രവർത്തനങ്ങൾ പോലും ഞാൻ ഉപേക്ഷിക്കുകയില്ല. അങ്ങനെ ഉപേക്ഷിച്ചാൽ ഞാൻ മാർഗഭ്രംശത്തിൽ പെടുമോ എന്ന് ഞാൻ ഭയക്കുകയാണ്. സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ഉപേക്ഷിക്കുന്നത്. ഒരു കല്യാണ വീട്ടിൽ പോയാൽ ഡിസ്പോസിബിൾ ഗ്ലാസ് ആയിരിക്കും. വലത് കൈകൊണ്ട് കുടിക്കാനുള്ള നമ്മുടെ ശുഷ്കാഞ്ചി എത്രമാത്രമാണ്. മറ്റൊരു അമുസ്ലിമാണ് നമ്മുടെ കൂടെ ഒന്നിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നെങ്കിൽ വലത് കൈയോട് കുടിക്കാനുള്ള നമ്മുടെ താല്പര്യം എത്രമാത്രമാണ്. ഇടത് കൈ വെച്ച് വലത് കൈ വെച്ച് നാങ്ങു കൊടുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹബത്തുണ്ട് എന്ന് ഉദ്ഘോഷിക്കുകയും എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതചര്യ നമ്മുടെ പ്രവർത്തനങ്ങളുടെ വിവിധ മേഖലകളിൽ കൊണ്ടുവരാൻ വിപുത കാണിക്കുകയും ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആ മഹബത്ത്, എങ്ങനെയാണ് ആ സ്നേഹം നമുക്ക് പ്രകടമാക്കാൻ വേണ്ടി സാധിക്കുക? സഹോദരന്മാരെ, അലി റളിയല്ലാഹു അൻഹു ഒരു സംഭവം പറയാം. അലി റളിയല്ലാഹു അൻഹു ഒരിക്കലും ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു വാഹനം ഇങ്ങനെ കൊണ്ടുവരപ്പെട്ടുവെന്നാണ്. അലി ഇബ്നു റബീഅ പറയുകയാണ്, ഷഹിദത്തു അലിയൻ, ഞാൻ അലിയെ കണ്ടു. ഊതി ബിദാബത്തിൽ യർകബഹ, അദ്ദേഹത്തിന് പോകാൻ വേണ്ടി ഒരു വാഹനം കൊണ്ടുവരപ്പെട്ടപ്പോൾ അങ്ങനെ ആ വാഹനം കൊണ്ടുവരപ്പെട്ടപ്പോ അദ്ദേഹത്തിന്റെ ഒരു കാല് അതിന്റെ കയറുന്ന ഭാഗത്ത് റിക്കാബിൽ കാല് വെക്കുന്ന സ്ഥലത്ത് അദ്ദേഹം വെച്ചപ്പോ അദ്ദേഹം പറഞ്ഞു ബിസ്മില്ലാ എന്ന് പറഞ്ഞു. ആ വാഹനത്തിന്റെ പുറത്ത് കയറിയപ്പോ അദ്ദേഹം അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. സുമ്മഖാല സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. സൂറത്ത് സുഖ്റഫിലെ 13-14 ആയത്ത് അദ്ദേഹം ഓതി. ഇതാണ് യാത്രക്കാരൊക്കെ ഓതുമ്പോൾ സാധാരണക്കാരൊക്കെ ഉപയോഗിക്കേണ്ട ആയത്ത്, അതിന്റെ പ്രാർത്ഥന. പിന്നീട് അദ്ദേഹം സുമ്മഖാല അൽഹംദുലില്ലാ സലാസൻ, അദ്ദേഹം അൽഹംദുലില്ലാ 3 പ്രാവശ്യം പറഞ്ഞു. വല്ലാഹു അക്ബർ സലാസൻ, അല്ലാഹു അക്ബർ എന്ന് 3 പ്രാവശ്യം പറഞ്ഞു. പിന്നീട് അദ്ദേഹം സുബ്ഹാനക ഇന്നി ലനബ്തു നഫ്സി ഫഗ്ഫിർലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത എന്ന പ്രാർത്ഥന ചൊല്ലി. സുബ്ഹാനക, അല്ലാഹുവേ നീ പരിശുദ്ധനാണ്. ഇന്നി ലനബ്തു നഫ്സി, ഞാൻ എന്റെ ശരീരത്തോട് തന്നെ അതിക്രമം പ്രവർത്തിച്ചിട്ടുണ്ട്. ഫഗ്ഫിർലി, നീ എനിക്ക് പുറത്തു തരണമേ. ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, നീ അല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവൻ വേറെ ആരുമില്ലല്ലോ എന്ന പ്രാർത്ഥനാ ശകലൻ അദ്ദേഹം ചൊല്ലി. ശേഷം സുമ്മ ലഹിക, അദ്ദേഹം ചിരിച്ചുമെന്നാണ്. അപ്പൊ അലി ഇബ്നു റബീഅ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, മിൻ അയ്യി ഷൈഇൻ ലഹിത യാ അമീറൽ മുഅ്മിനീൻ, നിങ്ങൾ എന്തിനാണ് ചിരിച്ചത്? ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിൽപ്പെട്ടതാണ്. പക്ഷെ നിങ്ങൾ എന്തിനാണ് ചിരിച്ചത്? അപ്പൊ അലി ഇബ്നു അബീ താലിബ് പറയാണ്, റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സനാ കമാ സനഅതു സുമ്മ ലഹിക, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. വലത് കൈയാൽ കൊണ്ട് വാഴ്ത്തി കയറി ബിസ്മില്ലാ എന്ന് ചൊല്ലി, അതുപോലെ അവിടെ ഇരിക്കുമ്പോ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. ശേഷം സുബ്ഹാനല്ലദീ സഖറ ലനാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ എന്ന പ്രാർത്ഥനാ ശകലം ചൊല്ലി. പിന്നെ അൽഹംദുലില്ലാ 3 പ്രാവശ്യം ചൊല്ലി. അല്ലാഹു അക്ബർ 3 പ്രാവശ്യം ചൊല്ലി. സുബ്ഹാനക ഇന്നി ലനബ്തു നഫ്സി ഫഗ്ഫിർലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത എന്നും ഞാൻ പ്രാർത്ഥിച്ചു. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിക്കുന്നത് കണ്ടു. അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് അലി ഇബ്നു അബീ താലിബ് ചോദിച്ചിരുന്നു, മിൻ അയ്യി ഷൈഇൻ ലഹിക്ത യാ റസൂലല്ലാഹ്, താങ്കൾ എന്തിനാണ് ചിരിച്ചത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന റബ്ബക ലഅജബു മിൻ അബ്ദിഹി ഇദാ ഖാല റബ്ബി ഗ്ഫിർ ലി ദുനൂബി ഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഗൈറക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്ഭുത ചിത്തനാകും, അത്ഭുതപ്പെടും ഒരടിമ പറയുമ്പോ, അല്ലാഹുവേ എന്റെ പാപങ്ങൾ പുറത്തു തരണമേ, നീ അല്ലാത്ത പാപങ്ങൾ പുറത്തു തരാൻ വേറെ ആരുമില്ലല്ലോ എന്ന് ഒരടിമ പറയുമ്പോ അത്ഭുതത്തോടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമയെ വീക്ഷിക്കുമെന്ന കാര്യം ഓർത്തുകൊണ്ടാണ് ഞാൻ ചിരിച്ചത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ ആ ചിരിയുണ്ടല്ലോ, പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അലി ഇബ്നു അബീ താലിബ് ആ ചിരി പോലും പകർത്തുകയാണ്. സഹോദരന്മാരെ, നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. ഏറ്റവും നിസാരമായ സംഗതികൾ പോലും അതുപോലെ പകർത്തിയെടുക്കാൻ നമുക്കറിയാം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വീട് വളഞ്ഞു വിപ്ലവകാരികൾ. അദ്ദേഹത്തെ ഉപരോധിച്ചു, ദാഹജലം പോലും നിഷേധിച്ചു.
അദ്ദേഹം വിശാലമാക്കിയ മദീന അറബിലെ നിസ്കാരം നിഷേധിച്ചു. വലിയ ഫിത്നയുടെ സംഭവത്തിൽ, ഖലീഫ വധിക്കപ്പെട്ട സംഭവത്തിൽ അദ്ദേഹത്തിന്റെ നിലപാട്, സുന്നത്തിനോടുള്ള പ്രതിബദ്ധത, അതിനോടുള്ള തീവ്രത, കണിശത വ്യക്തമാക്കുന്നതായിരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ വീട് വളഞ്ഞപ്പോ സഹാബികൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ നമുക്ക് അനുവാദം എന്താ? ഈ വിപ്ലവകാരികളെ, ഈ കലാപകാരികളെ, ഈ പ്രശ്നക്കാരെ തുരത്താൻ വേണ്ടി നമുക്കെന്താണ് നിങ്ങൾ അനുവാദം നൽകാത്തത് എന്ന് സഹാബികൾ ചിലർ പോയിട്ട് ഉസ്മാൻ റളിയല്ലാഹുവിനോട് ചോദിക്കുന്ന സംഭവം നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിലും ഹദീസ് ഗ്രന്ഥങ്ങളിലും കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ അതേ കൊടുത്ത മറുപടി, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് അഹിദ ഇലയ്യ അഹദൻ ഫഅന സാബിറുൻ അലൈഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ഒരു കരാർ എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ക്ഷമിക്കുകയാണെന്ന. തുർമുദി, ഇബ്നു മാജ, അഹ്മദ്, ഹാക്കിം എന്നിവരൊക്കെ റിപ്പോർട്ട് ചെയ്ത് ഷെയ്ഖ് അൽബാനി സഹീഹ് എന്ന് വിശേഷിപ്പിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ ഹദീസിൽ കാണാം, ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറയുകയുണ്ടായി, യാ ഉസ്മാൻ ഇൻ വല്ലകല്ലാഹു ഹാദൽ അംറു യൗമൻ, ഉസ്മാനെ, ഇക്കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കളെ ഏൽപ്പിച്ചാൽ, അധികാരം ഏൽപ്പിച്ചാൽ, ഫഅറാദകൽ മുനാഫിഖൂന അൻ തഖ്ല ഖമീസകല്ലദീ ഖമ്മസകല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ധരിപ്പിച്ച ഈ വസ്ത്രം, അധികാരം, ഖിലാഫത്ത് കപട വിശ്വാസികൾ ഊരിയെടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചാൽ ഫലാ തഖ്ലഉ, അതൊരിക്കലും നിങ്ങൾ ഊരിക്കൊടുക്കരുത്. അൻ അബീ സഹില മൗല ഉസ്മാൻ ബിൻ അഫ്ഫാൻ അദ്ദേഹം പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നക സതുബ്തലാ ബഅദി ഫലാ തുഖാതിലൻ, അതെ, എനിക്ക് ശേഷം നിങ്ങൾ പരീക്ഷിക്കപ്പെടാൻ വേണ്ടി പോകുന്നുണ്ട്, താങ്കൾ ഒരിക്കലും യുദ്ധം ചെയ്യാൻ വേണ്ടി പാടുള്ളതല്ല. ഖിലാഫത്ത് ഏറ്റെടുത്താൽ താങ്കൾക്ക് പരീക്ഷണമുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. എന്നാൽ താങ്കളോട് പ്രശ്നത്തിൽ ഏർപ്പെടുന്ന മുനാഫിക്കുകൾ, മുസ്ലിങ്ങൾ, അവരോട് താങ്കൾ ഒരിക്കലും ഏറ്റുമുട്ടാൻ വേണ്ടി പാടുള്ളതല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ഉപദേശിച്ചിട്ടുണ്ടെന്ന. ഏതാണ് ആ പ്രതിസന്ധി? വധിക്കപ്പെടുമെന്ന ഘട്ടമാണ്, കൊല്ലപ്പെടുമെന്നുള്ള ഘട്ടമാണ്. വീട് വളഞ്ഞിരിക്കുകയാണ്. സഹാബികൾ ചോദിക്കാൻ, ഞങ്ങൾ ഇവരെ തുരത്തട്ടെ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കോർത്തുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു സഹോദരന്മാരെ അവരെ തുരത്താൻ വേണ്ടി തുനിയുന്നില്ല എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിന് അവർ കാണിച്ച വിലയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ, പ്രവർത്തനങ്ങൾ, ചര്യകൾ, അതിനോട് കാണിക്കുന്ന നമ്മുടെ ആത്മാർത്ഥത എത്രമാത്രമാണ്, അതിനോട് കാണിക്കുന്ന വില എത്രമാത്രമാണ്. എല്ലാറ്റിനും നമ്മൾ മുൻപന്തിയിൽ ഉണ്ടാവും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറയുന്നൊരു കാര്യം, റസൂൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു കാര്യം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നിഷ്കർഷിച്ചിട്ടുണ്ട് എന്നൊരു കാര്യം എന്ന് പറയപ്പെട്ടാൽ നമ്മുടെ മാനസികമായ അവസ്ഥ എങ്ങനെയാണ്? അതിനോടുള്ള താല്പര്യമാണോ, അല്ലെങ്കിൽ അതിനോടുള്ള നിസാരവൽക്കരണമാണോ? നമ്മൾ ആത്യന്തികമായി ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം എന്ന് പറയുന്നത് അത് കേവലം കാട്ടിക്കൂട്ടലല്ല, അത് നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ ഇടപാടുകളിൽ, നമ്മുടെ മര്യാദകളിൽ, നമ്മുടെ സ്വഭാവങ്ങളിൽ, എല്ലാ രംഗത്തും വളരെ കർശനമായി കടത്തിക്കൊണ്ടുവരേണ്ട, ഇടപഴയിപ്പിക്കേണ്ട ഒരു അടിസ്ഥാനപരമായ വിഷയമാണ് എന്നാണ് നമ്മൾ ഓർക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള മഹത്തായ തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ്. അവനവൻ്റെ ബുദ്ധിക്ക് യോജിക്കാത്തത് എന്ന് അവനവനിക്ക് തോന്നുന്ന പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലപാടുകളിൽ, നടപടികളിൽ, ഹദീസുകളിൽ അവനവൻ ജൽപ്പിച്ചുണ്ടാക്കിയ അവൻ്റെ ഇമേജിന്, അവൻ്റെ പൊങ്ങച്ചത്തിന് നിരക്കാത്തത് എന്ന് അഹങ്കാരം അവനെ കൊണ്ട് പറയിപ്പിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനങ്ങളിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലപാടുകളിൽ, സഹിയായ ഹദീസുകളിൽ നമ്മുടെ നിലപാടെന്തായിരിക്കണം? സഹോദരന്മാർ ചിന്തിക്കേണ്ട വിഷയമാണ്. മുശ്രിക്കുകൾ സുന്നത്തിനെ പരിഹസിച്ചുകൊണ്ട് സൽമാൻ ബിൻ ഫാരിസ് റളിയല്ലാഹു അൻഹു കളിയാക്കുന്നുണ്ട്. അവർ പറഞ്ഞത്, അല്ലമക്കും നബിക്കും കുല്ലു ഷൈഇൻ ഹത്തൽ ഖിറാ, നിങ്ങളുടെ നബി ഉണ്ടല്ലോ എല്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. ഖിറാത്ത് എന്ന് പറഞ്ഞ മലമൂത്ര വിസർജന മര്യാദകൾ വരെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ നിങ്ങളുടെ നബി എന്ന് പറഞ്ഞ് സൽമാൻ ബിൻ ഫാരിസിനെ കളിയാക്കി. അപ്പൊ അന്ന് സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു ആ കളിയാക്കി അവിശ്വാസികളോട് പ്രതികരിച്ചെന്നറിയാം. അല്ലമനാ നബിയുനാ കുല്ല ഷൈ, അതെ, നമ്മുടെ നബി എല്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. മലമൂത്ര വിസർജന മര്യാദകൾ
അതുപോലെ ലൈംഗിക ബന്ധത്തിലുള്ള മര്യാദകൾ സകലതും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സഹോദരന്മാരെ, അതിൽ അഭിമാനിക്കുകയാണ്, അതിൽ ഊറ്റം കൊണ്ടു, അത് അവിടെ ഉച്ചസ്ഥിരം പ്രഖ്യാപിച്ചു, അത് അവർ പ്രയോഗവൽക്കരിച്ചു. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന വിഷയത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാലോ അത് ഇന്ന പണ്ഡിതൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇത് ഉസ്താദ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മദ്ഹബിൽ ഇങ്ങനെയാണ്, നമ്മുടെ പണ്ഡിതന്മാർ ഇങ്ങനെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളെയും പ്രവർത്തനങ്ങളെയും പ്രയോഗവൽക്കരണത്തിനെയും നടപടിക്രമത്തിനെയും കൊച്ചാക്കുന്ന, മാറ്റി നിർത്തുന്ന പ്രവണതയാണ് ഇന്ന് മുസ്ലിം ഉമ്മത്തിലുള്ളത്. യഥാർത്ഥമായ അവസ്ഥയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഡസൻ കണക്കിന് ഹദീസുകൾ, ചര്യകൾ, അതിന് ഒരു വിലയും മുസ്ലിങ്ങൾ നമ്മൾ കാണിക്കുന്നില്ല എന്നതാണ്. സഹോദരന്മാരെ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മുത്തബി സുന്നയാണ്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റി ജീവിക്കുന്നതിൽ അതീവ ശ്രദ്ധാലുവായിരുന്നു അദ്ദേഹം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൊഴികൾ പകർന്ന് ജീവിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ വേദികളും ദർസുകളിലും ഏറെ പ്രശസ്തമാണ്. അദ്ദേഹം അതൊക്കെ മറ്റുള്ളവർക്ക് കൈമാറിയിട്ടുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ക്ലാസ് എടുക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് ഉദ്ധരിച്ചു. എന്താ ഹദീസ് എന്നറിയോ? അതെ, നിങ്ങൾ രാത്രിയിൽ സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാൻ വേണ്ടി അനുവാദം നൽകണം. അപ്പൊ ആ സദസ്സിൽ, ആ പഠിതാക്കളിൽ അദ്ദേഹത്തിന്റെ മകൻ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഇബ്നു ഉമറിന്റെ മകൻ പറഞ്ഞു, അവർക്കത് സംശയത്തിന് കാരണമാകും, അതൊക്കെ ഫിത്നയ്ക്ക് കാരണമാവില്ലേ? രാത്രി സ്ത്രീകൾ പള്ളിയിലേക്ക് പോകാൻ വേണ്ടി അനുവാദം ചോദിച്ചാൽ അതെങ്ങനെ അനുവാദം കൊടുക്കുക? അതൊക്കെ പ്രശ്നത്തിന് കാരണമാകും. അപ്പൊ ഇബ്നു ഉമർ അദ്ദേഹത്തിന്റെ നെഞ്ചിൽ കുത്തിയെന്ന്, നെഞ്ചിൽ അടിച്ചു, എന്നിട്ട് പറഞ്ഞു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് പറയുന്നു, റസൂൽ ഇങ്ങനെ പറഞ്ഞു, റസൂൽ ഇങ്ങനെ ചെയ്തു, റസൂൽ ഇങ്ങനെ കൽപ്പിച്ചു എന്ന് ഞാൻ പറയുമ്പോ നീ അല്ലാന്ന് പറയുന്നോ? മകനെ ഇടിച്ചു എന്ന. സഹോദരന്മാരെ, നമുക്ക് തീരെ വിലയില്ലാത്ത എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളാണ്. ഇപ്പൊ ഖബർ കെട്ടിപ്പൊക്കാൻ പാടില്ല, എത്ര ഹദീസുകളുണ്ട്. അതുപോലെ തന്നെയുള്ള ഈ സംഗതികൾ എത്രമാത്രം ഹദീസുകളുണ്ട്. എന്തെങ്കിലും ഒരു വില ഈ സമൂഹം കാണിക്കുന്നുണ്ടോ? നമുക്കറിയാം, ഇമാം മാലിക് റഹിമഹുല്ലാഹ് മദീനയിൽ ജീവിച്ച മഹാരഥനായ പണ്ഡിതനായിരുന്നു. മദീനയിൽ ഖതീബായി, ഇമാമായി, മുഹദ്ദിസായി, ഖാദിയായി, മുഅല്ലിമായി ജീവിത നാളുകൾ ചെലവിച്ച പണ്ഡിതനായിരുന്നു. അപ്പോ അങ്ങനെ ഒരിക്കൽ ഇമാം മാലിക് റഹിമഹുല്ലാഹ് അദ്ദേഹം ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ, തന്റെ സദസ്സിൽ വെച്ചിട്ട് ഹദീസുകൾ ഇങ്ങനെ കൈമാറിക്കൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ ശ്രദ്ധിക്കുകയാണ്, ഇമാം മാലിക്കിന്റെ സദസ്സിൽ എന്തോ ഒരു അസ്വസ്ഥത, മുഖം ഇങ്ങനെ വിവർണമാകുന്നത് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ശ്രദ്ധിച്ചു എന്നാണ്. അവർ ചോദിച്ചു, ഉസ്താദ് എന്താണ്? ഉസ്താദ് ഒന്നും പറയുന്നില്ല. ഉസ്താദ് ഹദീസുകൾ ഇങ്ങനെ തുടർത്തുകയാണ്. അപ്പൊ ക്ലാസ് കഴിഞ്ഞു, ദർസ് കഴിഞ്ഞു. ഉസ്താദിന്റെ അടുത്ത് പോയി ചോദിച്ചു, അല്ല ഉസ്താദ്, നിങ്ങൾക്ക് എന്തൊരു അസ്വസ്ഥത? 2-3 പ്രാവശ്യം നിങ്ങളുടെ മുഖം ആകെ വിവരണമാകുന്ന കണ്ടല്ലോ, എന്താണ് പ്രശ്നം? അപ്പൊ ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറയുന്നത്, ഞാൻ പറയുന്നത് എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്. ആ ഹദീസ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് മുറിഞ്ഞു പോകുന്നത്, വേറെ ഏതെങ്കിലും വിഷയം നിങ്ങളോട് പറയുന്നത് ഞാൻ ഭയപ്പെട്ടു. അതുകൊണ്ടാണ് എൻ്റെ കാലിൽ തേള് കടിച്ചിട്ടും ഞാൻ ഹദീസ് തുറത്തിക്കൊണ്ടേയിരുന്നത് എന്നാണ്. സഹോദരന്മാരെ, മഹാന്മാരായ പണ്ഡിതന്മാർ, ഉലമാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ കൈമാറുമ്പോഴും പഠിപ്പിക്കുമ്പോഴും അത് ജീവിതത്തിൽ പകർത്താൻ പോലും അവർ കാണിച്ച ഉത്കണ്ഠയും ആകാംക്ഷയും എത്രമാത്രമായിരുന്നു എന്ന് നാം പഠിച്ചറിയേണ്ടത്, നമ്മൾ പഠിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പൊ സഈദ് ഇബ്നു മുസയ്യിബ് റഹിമഹുല്ലാഹ് വലിയ താബീ പണ്ഡിതനാണ്, താബീയിലെ സയ്യിദാണ്. സഹാബികളിൽ നിന്ന് ദീൻ പഠിച്ച് താബീങ്ങൾക്ക് സയ്യിദാ മാത്രമാണെന്ന മഹാരഥനായിരുന്നു അദ്ദേഹം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ പഠിപ്പിച്ച് അഗ്രഗണ്യനായ മഹാനായിരുന്നു. അദ്ദേഹം രോഗഗ്രസ്തനായി രോഗത്തിൽ വലിയുന്ന സഈദ് ഇബ്നു മുസയ്യിബ് റഹിമഹുല്ലാഹയുടെ അടുത്തേക്ക് ശിഷ്യന്മാർ ഹദീസുകൾ ചോദിച്ചു വന്നു. അദ്ദേഹം കിടപ്പിലായിരുന്നു, അവസാന നാളുകൾ എണ്ണുകയാണ്. അപ്പൊ ഹദീസിനെ പറ്റി എന്തൊരു സംശയമാണ്. ശിഷ്യന്മാർ വന്നപ്പോൾ പറഞ്ഞു, എന്നെ കിടക്കുന്ന ഈ അവസ്ഥ പാടില്ല, എന്നൊന്ന് എണീച്ചിരുത്തണം. അങ്ങനെ എണീറ്റിരുത്തി, എന്നിട്ട് ഹദീസിന്റെ വിശദീകരണം അവർ പറഞ്ഞു കൊടുത്തു. അപ്പൊ അവർ പറയുന്നുണ്ട്, ഹലോ ഉസ്താദേ, നിങ്ങൾ വല്ലാത്ത അവസ്ഥയിലാണ്, എനിക്ക് ഇരിക്കാൻ വേണ്ടി പറ്റൂല. അപ്പൊ പറയാണ്, കിടന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പറയുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ആ ഒരു അവസ്ഥ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ ഏതെങ്കിലും തരത്തിൽ അവഗണിക്കുന്ന രൂപം അത് എന്നിൽ നിന്നുണ്ടാവുകയില്ല, എന്നത് പിടിച്ചിരുത്തുക. ഗ്രന്ഥങ്ങളിൽ കാണാം, ഈ ഹദീസ് ഉദ്ധരിച്ച് ഈ കാര്യം സംഭവിച്ചതിന് ശേഷം അദ്ദേഹം കൂടുതൽ കാലം ജീവിച്ചില്ല. സഹോദരന്മാർ നിർത്തുകയാണ്.
നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതഅ, ഒരു വചനമുണ്ട്, ഇഷ്ടപ്പെടുന്ന ആൾ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് ആ ഇഷ്ടപ്പെടുന്ന ആളെ അനുസരിക്കണം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം, നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാവണം, നമ്മുടെ സ്വഭാവങ്ങളിൽ ഉണ്ടാവണം, നമ്മുടെ അഖീദകളിൽ ഉണ്ടാകണം, നമ്മുടെ എല്ലാ ഇടപാടുകളിൽ ഉണ്ടാകണം. ആ ബയ്യനത്ത് പ്രകടമാക്കേണ്ട ചില രൂപങ്ങളുണ്ട്, അതിൽ നമ്മൾ പ്രകടിപ്പിക്കണം. സഹോദരന്മാരെ, അതാണ് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം എന്ന് പറയുന്നത്, അല്ലാതെ കേവലമുള്ള ജൽപ്പനമല്ല എന്നാണ് നമ്മൾ ആത്യന്തികമായി മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന, അത് പ്രകടിപ്പിക്കുന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ ജീവിതത്തിന്റെ A to Z മേഖലകളിൽ പ്രയോഗവൽക്കരിക്കുന്ന സത്യവിശ്വാസികളാക്കി നമ്മളെവരെയും മാറ്റി തീർക്കുമാറാവട്ടെ. അതിനുവേണ്ടിയുള്ള നിരാന്തമായ പരിശ്രമം നാം നടത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുവേണ്ടിയുള്ള എല്ലാ സഹായവും നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരന്മാരെ, നമ്മുടെ വിശ്വാസം നേരെ ചെവിയാക്കുക, തൗഹീദിൽ അധിഷ്ഠിതമായി ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുക, സുന്നത്തിനോട് പ്രത്യേകമായ സ്നേഹം കാണിക്കുക, എല്ലാവിധ വിദ്യത്തുകളും കൈയൊഴിഞ്ഞുകൊണ്ട് ജീവിക്കുക, കൊടുത്തു തീർക്കാനുള്ള മറ്റുള്ളവരുടെ അവകാശങ്ങളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കുക, മാപ്പ് ചോദിക്കേണ്ടവരുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുക, മാപ്പ് കൊടുക്കേണ്ടവരുണ്ടെങ്കിൽ മാപ്പ് കൊടുക്കുക, ഇഖ്ലാസോടുകൂടിയും അതുപോലെ തന്നെ പ്രതിഫലിച്ചിലൂടെകൂടിയും പുണ്യകർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും സഹായിക്കുമാറാവട്ടെ. അല്ലാഹുവേ, സാധാ മരുന്നുകൾ കൊണ്ട് മാറാത്ത മാറാ രോഗങ്ങൾ, എപ്പോഴും മരുന്നുകളെ ആശ്രയിച്ച് കഴിയേണ്ടി വരുന്ന അവസ്ഥകൾ, പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ, പോസ്റ്റ്മോർട്ടം പോലെയുള്ള അപകട മരണങ്ങൾ, വാർദ്ധക്യത്തിലോ മറ്റോ ജീവശമായി കിടക്കേണ്ടി വരുന്ന അവസ്ഥകൾ, അല്ലാഹുവേ, എന്നിവയ്ക്ക് തൊട്ട് നിന്നോട് ഞങ്ങൾ അഭയം ചോദിക്കുകയാണ്. അല്ലാഹുവേ, നമ്മുടെ ഏറ്റവും നല്ല സമയം അന്ത്യസമയമാക്കുകയും യഖീനോടുകൂടി ദൃഢതയോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കുന്ന സത്യവിശ്വാസികളാക്കി നമ്മളെ ഏവരെയും നീ മാറ്റി തീർക്കണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.